തെരാലിയിലെ മിന്നൽ പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോയ 566 പേരെ ഒഴിപ്പിച്ചു. വ്യോമമാർഗം ഇവരെ ഉത്തരകാശിയിലും ഡെറാഡൂണിലും എത്തിച്ചു. ദുരന്തമുഖത്ത് ഇന്ന് കൂടുതൽ പരിശോധനകൾ നടക്കും. മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും ഹർഷിലും തെരാലിയിലും ശക്തമായ മഴയുണ്ടായിരുന്നു. ജയലക്ഷ്മി, ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ മാറി തെളിഞ്ഞ ആകാശമുണ്ട്. ഞാൻ നിൽക്കുന്നത് ഹർഷിൽ താഴ്വരയിലാണ്. ഇപ്പോൾ ഇവിടെ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹർഷിൽ മാത്രമല്ല, നമ്മളൊരു പ്രധാനപ്പെട്ട റോഡാണ് മാൾ റോഡ് എന്നൊക്കെ ഷിംലയിലും കശ്മീരിലും ഒക്കെ പറയുന്ന പോലെ ഈ ഹർഷിൽ താഴ്വരയിലെ മാൾ റോഡാണ്. ഒരുപാട് കടകളുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ സജീവമല്ല. രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി തുറന്ന് കുറച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് അല്ലാതെ മറ്റൊരു കാര്യങ്ങളുമില്ല. ഒപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് തൊഴിലാളികളൊക്കെ ഓടി രക്ഷപ്പെട്ടു പോയി ഈ സംഭവം ഉണ്ടായ സമയത്തെല്ലാം തന്നെ. भैया यहाँ के रहने वाला है क्या? आप बताइए कि यहाँ का हालत अभी कैसे है? हाल यहाँ का बहुत ही बेकार है, एकदम जैसी जो आपदा होनी चाहिए थे ना, उससे भी जो है खतरनाक हुआ है। तो यहाँ पर जो रोड नहीं है, पूरी रोडें धंस गई हैं। और यहाँ की जो हमारा गंगोत्री जाने के लिए था हरसिल से गंगोत्री, तो पूरा वहाँ पर झील बन चुकी है और जगह जगह जो है बिजली है, करंट है। हाँ, अब कल से जो है प्रशासन ने यहाँ पर बिजली भी व्यवस्था कर दी है, नेटवर्क की भी व्यवस्था कर दी है। और जहाँ पर പുൽ വഗേറ जो बनने हैं. ഗംഗ്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് ബെയിലി പാലം പണിയുന്നത് അത് ഈ രക്ഷാദൌത്യത്തിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടമാണ്. ഇവിടേക്ക് വണ്ടികൾ എത്താൻ വേണ്ടിയിട്ട് അത് ഇതുവരെയും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇന്ന് വൈകിട്ടോടുകൂടി അതിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ വാഹനങ്ങൾ കടത്തിവിടും. അപ്പോഴും അവിടെ നിന്നും ഒരു 8 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗീരഥി പുഴ തന്നെ റോഡിന്റെ ഒരു 150 മീറ്റർ ഭാഗം അത് പൊളിച്ചു കളഞ്ഞ് റോഡിന് മുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി ആ റോഡ് നന്നാക്കണം. പിന്നെയും മുന്നോട്ട് 3 or 4 ഇടത്ത് ഇങ്ങനെ റോഡ് തകർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ദൃശ്യത്തിൽ കാണാം നമുക്ക് ഇവിടെ എങ്ങനെയാണ് റോഡിന്റെ വശം തകർന്നിരിക്കുന്നതെന്ന്. അതിനപ്പുറത്തേക്കും വഷളായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് പലയിടത്തുമുള്ളത്. അതെല്ലാം പിന്നെ ഈ മണ്ണിടിച്ചു പൊടിച്ച് മല തുരന്നുകൊണ്ടാണ് ചെറിയ താഴോട്ടിങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ടുള്ള റോഡ് ഉണ്ടാക്കേണ്ടത്. അതെല്ലാം സൈന്യത്തിന്റെ, ബംഗാൾ സേപ്പൻസിന്റെയും അതുപോലെ BROയുടെയും ദൗത്യമാണ്. അത് അവർ പൂർത്തിയാക്കും. പക്ഷേ ഇവിടെ എത്തിയ ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ പറയാം, ഇവിടേക്ക് വാഹന ഗതാഗതം ദരാലിയിലേക്കും ഈ പറയുന്ന ഹർഷിൽ താഴ്വരയിലേക്കും എത്താൻ ചുരുങ്ങിയ ഒരാഴ്ചയെങ്കിലും ഇനിയും എടുക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നത് നന്നാക്കാനുണ്ട്. മലയാളികൾ ഇന്നത്തോടുകൂടി തന്നെ ഡെറാൻ റോഡിലേക്ക് മടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അവരിപ്പോൾ മനേരി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം, അത് ഉത്തരകാശിയിലുള്ള ഗ്രാമമാണ്. അവിടെ യാതൊരു പ്രശ്നവുമില്ല. അവിടെ ഒരു ഹോട്ടലിൽ അവരെ താമസിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുന്നുണ്ട്. 28 പേരാണ് മലയാളികൾ. അതിൽ 8 പേർ കേരളത്തിൽ നിന്നുള്ളവർ, ബാക്കിയുള്ളവർ മഹാരാഷ്ട്ര സ്വദേശികളാണ് മലയാളികൾ. അവരെല്ലാവരും ഇന്നോടുകൂടി തന്നെ ഡെറാഡൂണിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും പിന്നീട് നാടുകളിലേക്ക് എത്തിക്കുമെന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാവരും ഇവിടുന്ന് കൊണ്ടുപോകുന്നുമുണ്ട്. വൈശാഖ് ജയപാലിനോടൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.